നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 കോപം കൊണ്ട് ജ്വലിക്കുന്നു എന്ന് അതിശയോക്തിയോടെ നമ്മൾ പറയാറുണ്ട്. കാരണം കോപത്തെ അഗ്നിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. കോപമാകുന്ന തീ പിടിച്ചു കഴിഞ്ഞാൽ അത് കണ്ണിൽ കണ്ടതിനെയെല്ലാം ദഹിപ്പിച്ചേ അടങ്ങൂ. എന്നാൽ ആരുടെ വിവേകബുദ്ധിയാണോ കോപാഗ്നിയിൽപ്പെട്ട് നശിച്ചു പോകാത്തത്, അയാളെയാണ് ധീരൻ എന്ന് പറയുന്നത്. ഒന്നൊന്നായി കൂട്ടിവെച്ചിരിക്കുന്ന അനിഷ്ടങ്ങൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതാണ് ക്രോധം. ഈ ക്രോധത്തെ നിയന്ത്രിക്കാൻ പരിഹാരമുണ്ട്. ചെറിയ ചെറിയ സംഘർഷങ്ങൾ ഉള്ളിലുണ്ടാകുമ്പോൾ തന്നെ ബാഹ്യ സാഹചര്യങ്ങളോ വ്യക്തികളോ അല്ല തൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് വിവേകബുദ്ധി കൊണ്ട് തിരിച്ചറിയണം. തെറ്റുകുറ്റങ്ങൾ മനുഷ്യ സഹജമാണെന്നറിഞ്ഞ് മറ്റുള്ളവരോട് മാത്രമല്ല തന്നോടും ക്ഷമിക്കാൻ ശീലിക്കണം. ഈശ്വരപ്രസാദമാണ് വന്നു ചേരുന്ന അനുഭവങ്ങളെല്ലാം എന്ന് കാണാൻ ശീലിക്കണം. ഇത്തരം ഉപായങ്ങളിലൂടെ മനസ്സിനെ ഏത് സാഹചര്യത്തിലും ശാന്തവും പ്രസന്നവുമാക്കി വയ്ക്കാൻ സാധിക്കും. വളരെ ലളിതമായി പറഞ്ഞാൽ വിവേകബുദ്ധി മങ്ങാൻ അനുവദിക്കാതിരിക്കുക. സത്സംഗത്തിലൂടെയും ആധ്യാത്മിക പുസ്തകങ്ങൾ പാരായണം ചെയ്യുന്നതിലൂടെയും നാമജപത്തിലൂടെയും മറ്റും മനോനിയന്ത്രണവും വിവേകബുദ്ധിയും ഉണരും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. പോവതിനുഴറുന്നു ഞങ്ങളെന്നറിക നീ, കുംഭസംഭവനാകുമഗസ്ത്യതപോധനൻ സംപ്രതി മഹാനിയമം തുടങ്ങിനാനതും പന്തീരാണ്ടുണ്ടു കാലം കൂടുന്നതിന്നു തന്നെ സന്തുഷ്ടന്മാരായിതു ഞങ്ങളുമതിനാലേ അവിടെ പോകേണമെന്നതിനാൽ ഉഴറുന്നു നൃവരശിഖാമണേ നീ കൂടെ പോന്നിടുക. കല്യാണാലയനാകും അഗസ്ത്യൻ തന്നെ കണ്ടാൽ നല്ലതു വന്നു കൂടും നിനക്കു നരപതേ. ശക്രനുമൊക്കത്തക്ക പോകെന്നു ചൊന്ന നേരം പുഷ്കരനയനനും പുഷ്പകമേറിയിടിനാൻ. ദേവകളോടും അഗസ്ത്യാശ്രമം പുക്കിയിടിനാൻ. ദേവേന്ദ്രാദികൾ തമ്മെ പൂജിച്ചു മുനീന്ദ്രനും. നാഗലോകവും പുക്കാർ ദേവകളതു കാലം. രാഘവൻ അഗസ്ത്യനെ നമസ്കാരവും ചെയ്താൻ. എത്രയും നന്നായിതു വന്നതെന്നരുൾ ചെയ്തു ഭക്തി കൈക്കൊണ്ടു പൂജിച്ചിടിനാൻ മുനീന്ദ്രനും. വിപ്ര
പ്രസന്താപം തീർപ്പാൻ ജംബൂകൻ തന്നെ കൊന്നു പുഷ്പകമേറി ഭവാൻ വന്നിട്ടുണ്ടവയെല്ലാം വൃത്രാരി പറഞ്ഞു ഞാൻ മുന്നമേ ധരിച്ചിതു. ചിത്തത്തിൽ സദാകാലം കാണുന്നേൻ ഭവാനെ ഞാൻ, എത്രയും സുഖം വന്നു കണ്ടതിനാലെ പുനരത്രൈവ വസിക്കണം ഞാനുമായിന്നു ഭവാൻ. സൽപുരുഷന്മാരെ കണ്ടെത്തുവാൻ പണിയല്ലോ, പുഷ്പകമേറി നാളെ പൊയ്ക്കൊള്ളാം പുലർകാലേ. അടുത്തതായി രാമായണ ദർശനം. ശ്രീരാമൻ ശംഭൂകനെ വധിച്ചപ്പോൾ സന്തോഷം കൊണ്ട് ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി. തുടർന്ന് ദേവേന്ദ്രന്റെ ക്ഷണപ്രകാരം എല്ലാവരും കൂടി അഗസ്ത്യമുനിയുടെ ആശ്രമത്തിലെത്തി. ദേവന്മാരെല്ലാം തിരികെ മടങ്ങിയപ്പോൾ അഗസ്ത്യ മഹർഷിയുടെ അഭ്യർത്ഥന പ്രകാരം ശ്രീരാമൻ ഒരു ദിവസം ആശ്രമത്തിൽ കഴിയാൻ തീരുമാനിച്ചു. സജ്ജനങ്ങളെ കാണുന്നത് തന്നെ പുണ്യമെന്ന് പറഞ്ഞ് തപോനിഷ്ഠനായ അഗസ്ത്യമുനി ശ്രീരാമനെ ഉപചരിച്ചു. തുടർന്നുള്ള ഭാഗം സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത് കേൾക്കാം. ശംഭൂക വധം, ദേവന്മാരെല്ലാവരും പുഷ്പവൃഷ്ടി ചെയ്തത്, ആ ഒരു ഭാഗമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. തുടർന്ന് ദേവേന്ദ്രൻ അനുജ്ഞയും കൊടുത്തു ചൊല്ലിയിടിനാൻ, പോവതിനുഴറുന്നു ഞങ്ങളെന്നറിക നീ. കുംഭസംഭവനാകും അഗസ്ത്യ തപോധനൻ സമ്പ്രതി മഹാനിയമം തുടങ്ങിനാനതും. 12 കാലം കൂടുന്നതിന്നു തന്നെ സന്തുഷ്ടന്മാരായിതു ഞങ്ങളുമതിനാലേ. അവിടെ പോകേണമെന്നതിനാലുഴറുന്നു നൃവരശിഖാമണേ നീ കൂടെ പോന്നിടുക. സകല ദേവന്മാരും ദേവേന്ദ്രനോട് കൂടെ വന്ന് പുഷ്പവൃഷ്ടിയും മറ്റും നടത്തി ശ്രീരാമനെ അനുമോദിച്ചു. അനന്തരം ദേവേന്ദ്രൻ പറയുകയാണ്, കുംഭസംഭവനായ അഗസ്ത്യൻ വളരെ വലിയൊരു യജ്ഞം ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മഹാനിയമം തുടങ്ങിക്കഴിഞ്ഞു. 12 വർഷം നീണ്ടു നിൽക്കുന്ന ആ വ്രതം ഇതാ ഇന്നാണ് പൂർത്തിയാകുന്നത്. സകല ദേവന്മാരും അതിനാൽ വളരെ സന്തുഷ്ടരായിരിക്കുന്നു. അങ്ങനെ അവിടേക്ക് പോകാൻ ഞങ്ങളെല്ലാം പുറപ്പെട്ട് തിടുക്കം കൂട്ടുകയാണ്. അല്ലയോ മനുഷ്യശ്രേഷ്ഠനായിട്ടുള്ള ഹേ രാമ, നീയും ഞങ്ങളുടെ കൂടെ വന്നുകൊള്ളൂ. ഇവിടെ ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു എന്നുള്ളത് പ്രത്യേകം പറഞ്ഞു. പക്ഷെ ദേവേന്ദ്രൻ അവിടെ വന്ന് ശ്രീരാമനുമായി സംസാരിക്കുന്ന ഭാഗം ആദ്യം പറയപ്പെട്ടിട്ടില്ല. ഇതിൽ നമുക്ക് ദേവേന്ദ്രൻ അടക്കമുള്ള ദേവന്മാരാണ് വന്നത് എന്ന് ഇവിടെ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. സന്തോഷാധിക്യം കൊണ്ട് ശ്രീരാമനെ കൂടെ ക്ഷണിക്കുകയാണ്. ആ സമയത്ത് കല്യാണാലയനാകും അഗസ്ത്യൻ തന്നെ കണ്ടാൽ നല്ലതു വന്നുകൂടും നിനക്കു നരപതേ. ശക്കറിനുമൊക്കെ തക്കപ്പോകെന്നു ചൊന്ന നേരം പുഷ്കരനയനും പുഷ്പകമേറിയിടിനാൻ. ദേവകളോടും അഗസ്ത്യാശ്രമം പുക്കിയിടിനാൻ. ദേവേന്ദ്രാദികൾ തമ്മെ പൂജിച്ചു മുനീന്ദ്രനും. നാഗലോകവും പുക്കാർ ദേവകൾ അതുകാലം രാഘവൻ അഗസ്ത്യനെ നമസ്കാരവും ചെയ്താൻ. നമുക്കൊത്തൊരുമിച്ച് അഗസ്ത്യനരികിലേക്ക് പോകാം എന്ന് ദേവേന്ദ്രൻ ക്ഷണിച്ചപ്പോൾ അത് ഉത്തമമായി കണക്കാക്കി ശ്രീരാമൻ പുറപ്പെടുകയാണ്. പുഷ്പക വിമാനത്തിൽ ശ്രീരാമൻ കയറി. അങ്ങനെ ദേവകളോടുകൂടെ അഗസ്ത്യാശ്രമത്തിൽ എത്തിച്ചേർന്നു. മുനീന്ദ്രനായ അഗസ്ത്യനാകട്ടെ സകല ദേവന്മാരെയും പൂജിച്ചു. അനന്തരം ദേവന്മാർ ദേവലോകത്തിലേക്ക് മടങ്ങിപ്പോയി.
ഇത് വാൽമീകി രാമായണത്തിലെ പ്രതിപാദനം ഏറെക്കുറെ അതേപടി, പക്ഷേ വളരെ ചുരുക്കമായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ സമയത്ത് ശ്രീരാമചന്ദ്രൻ അത്യാദരപൂർവം അഗസ്ത്യ മഹർഷിയെ നമസ്കരിച്ചു. എത്രയും നന്നായിതു വന്നതെന്നരുൾ ചെയ്തു ഭക്തി കൈക്കൊണ്ടു പൂജിച്ചിടിനാൻ മുനീന്ദ്രനും. വിപ്രസന്താപം തീർപ്പാൻ ശംഭൂകൻ തന്നെ കൊന്നു പുഷ്പകമേറി ഭവാൻ വന്നിട്ടുണ്ടവയെല്ലാം. വൃത്രാരി പറഞ്ഞു ഞാൻ മുന്നമേ ധരിച്ചിതു ചിത്തത്തിൽ സദാകാലം കാണുന്നേൻ ഭവാന് ഞാൻ. എത്രയും സുഖം വന്നു കണ്ടതിനാലേ പുനരത്രൈവ വസിക്കണം ഞാനുമായിന്നു ഭവാൻ. സത്പുരുഷന്മാരെ കണ്ടെത്തുവാൻ പണിയല്ലോ പുഷ്പകമേറി നാളെ പൊയ്ക്കൊള്ളാം പുലർകാലേ. അഗസ്ത്യ മഹർഷി ശ്രീരാമചന്ദ്രനോട് പറയുകയാണ്, നീ വന്നത് വളരെ നന്നായി. സന്തോഷത്തോടു കൂടി അഗസ്ത്യൻ രാമനെ ഉപചരിച്ചു, പൂജിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ശംഭൂകനെ വധിച്ച വിഷയം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വിസ്തൃതമായി ദേവേന്ദ്രൻ അതെല്ലാം പറയുകയുണ്ടായി. ഞാൻ എപ്പോഴും ഹേ രാമ നിന്നെ മനസ്സിൽ കാണുന്നുണ്ട്. അങ്ങനെയുള്ള നീ ഇവിടെ നേരിട്ട് എന്നെ കാണാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇന്ന് എൻ്റെ കൂടെ ഇവിടെ താമസിക്കണമേ. നാളെ പുലർകാലെ മടങ്ങിപ്പോകാം. സത്പുരുഷന്മാരെ കണ്ടെത്തുവാൻ പണിയല്ലോ. സത്പുരുഷന്മാരെ, സജ്ജനങ്ങളെ കാണുക തന്നെ വളരെ വിഷമമാണ്. ഇത് ഇക്കാലം അല്ലെങ്കിൽ അക്കാലം എന്ന് വിശേഷമില്ല. എല്ലാ കാലഘട്ടത്തിലും വളരെ പ്രസക്തമായ വിഷയമാണ്. ഇതാര് ആരോട് പറയുന്നു എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സർവശാസ്ത്രപാരംഗതനായ തപോനിഷ്ഠനായ അഗസ്ത്യ മഹർഷിയാണ് പറയുന്നത്. ആരോട് പറയുന്നു? അവതാരവരിഷ്ഠനായ മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമനോട്. അത്ര സമുന്നതർ തമ്മിലുള്ള സംഭാഷണമായിട്ട് കൂടി പറയുകയാണ്, സജ്ജനങ്ങളെ കണ്ടുകിട്ടുക വളരെ പണിയാണ് എന്ന്. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. സദാ ശ്രേഷ്ഠമായ മാർഗത്തെ പിന്തുടരുന്നവർ, അഥവാ സത്തത്വത്തിൽ തന്നെ വിലയിച്ചിരിക്കുന്നവർ, സജ്ജനങ്ങൾ, ശ്രേഷ്ഠന്മാർ, അങ്ങനെയുള്ള സജ്ജനങ്ങളെ ലോകത്തിൽ കണ്ടുമുട്ടുക എന്നുള്ളത് വളരെ ക്ലേശമാണ്. സത്സംഗ മഹിമയാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ എത്ര കണ്ട് സത്സംഗം നേടാൻ സാധിക്കുമോ, എത്ര കണ്ട് സജ്ജനങ്ങളുമായി സംഘം ചെയ്യാൻ സാധിക്കുമോ, എത്ര സത്പുരുഷന്മാരുടെ അരികിൽ പോകാൻ സാധിക്കുമോ, അവരുടെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുമോ, അത്രയും ജീവിതത്തിൽ ചെയ്യണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായിട്ടും സദ്ഗതി പ്രാപ്തിക്കുള്ള മാർഗമായിട്ടും ഏക ഉപായം സജ്ജന സംസർഗമാണ്. അതിൻ്റെ മഹിമ ഇവിടെ എടുത്തു പറയപ്പെട്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതായാലും തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മമാണ്. ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ശിവാമൃതാനന്ദപുരിയുടെ സനാതനധർമ്മ വിചാരം കേൾക്കാം. ഓം നമഃ ശിവായ. നമ്മൾ പലരും ചോദിക്കാറുള്ള ചോദ്യമാണ്, നമ്മുടെ ജീവിതത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചാൽ പോരെ, ഈശ്വരനെ ആരാധിക്കേണ്ട കാര്യം എന്താണ്, മന്ത്രം ജപിക്കേണ്ട കാര്യം എന്താണ്, ഗുരുക്കന്മാരെ പിന്നാലെ പോകേണ്ട ആവശ്യം എന്താണ്, മറ്റുള്ളവർക്ക് ആർക്കും ദ്രോഹം ചെയ്യാതെ അവർക്ക് പരമാവധി നല്ല കാര്യങ്ങൾ, നല്ല സഹായങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചാൽ പോരെ. അങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് നല്ലതാണ്, അത് തന്നെ ചെയ്താൽ മതി വാസ്തവത്തിൽ. പക്ഷേ വാസ്തവത്തിൽ നമുക്കത് സാധിക്കും. നമ്മുടെ മഹാഭാരതം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഇതിഹാസമാണ് മഹാഭാരതം എന്ന് പറയുന്നത്. നടന്ന സംഭവത്തിനെ അത് സാഹിത്യത്തിൽ കൂടി ആവിഷ്കരിച്ചിരിക്കുന്നു. അതിനകത്ത് കുറച്ച് അതിശയോക്തികളൊക്കെ ഉണ്ടാവാം, പക്ഷേ ആ വ്യക്തികളൊക്കെ ജീവിച്ചിരുന്നവരാണ്. അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളും ഏകദേശമൊക്കെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവരുടെ കഥ എടുത്ത് നോക്കിയാൽ തന്നെ മഹാഭാരതത്തിലെ ധർമ്മപുത്രർ
എപ്പോഴും ധർമ്മാനുഷ്ഠിക്കാൻ ശ്രമിച്ച ആളാണ്, ആർക്കും ദ്രോഹം ഉണ്ടാക്കരുതെന്ന് ആഗ്രഹിച്ച ആളാണ്. ദുര്യോധനന് പോലും പ്രശ്നങ്ങളുണ്ടാകരുത്, ദുര്യോധന പ്രശ്നം വന്നാലും തങ്ങൾ സഹായിക്കണം എന്ന് ആഗ്രഹിച്ച ആളാണ്. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുകയും അതിനുവേണ്ടി എത്രത്തോളം കഷ്ടപ്പെടാൻ സാധിക്കും ആ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കുകയും ചെയ്തിട്ടും ധർമ്മപുത്രർ തന്നെ അവസാനം മഹാഭാരത യുദ്ധ സമയത്ത് ഇത്രയും പേരുടെ നാശത്തിന് സ്വന്തം മക്കൾ ഉൾപ്പെടെ മറ്റ് ശത്രുപക്ഷത്ത് നിന്ന ബന്ധുക്കളുടെയും ഗുരുക്കന്മാരുടെയും സ്വന്തം മക്കളുടെയും എല്ലാം മരണത്തിനും കൂടി ആ പ്രവൃത്തികൾ കാരണമായിട്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ നല്ലത് എന്ന് വിചാരിച്ച് ചെയ്യുന്ന പല പ്രവൃത്തിയും മറ്റുള്ളവർക്ക് നല്ലതായിക്കൊള്ളണമെന്നില്ല. നമ്മളെല്ലാവരും കുട്ടികളെ വളർത്തുന്നത് അവർക്ക് നല്ലത് വരണമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ പലപ്പോഴും കുട്ടികൾക്കത് ഹിതകരമായി കൊള്ളണമെന്നില്ല. നമ്മൾ പറയുന്ന കുട്ടികൾ അനുസരിക്കാത്തത് കൊണ്ട് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്, എല്ലാ കാലത്തുമുള്ള പ്രശ്നമാണ്. അച്ഛനന്മാർ പറയുന്ന കുട്ടികളെ അനുസരിക്കുന്നില്ല. കാരണം കുട്ടികളെ ജീവിക്കുന്ന കാലഘട്ടം വേറെയാണ്, അവരുടെ ജീവിത വീക്ഷണം വേറെയാണ്, അവർ വന്നിരിക്കുന്ന ജീവൻ്റെ ഗതി വേറെയാണ്. അത് നിങ്ങൾക്കറിയില്ല, നമുക്കറിയില്ല മറ്റുള്ളവരുടെ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ ജീവിത നിയോഗം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിനെ നമ്മൾ നിയന്ത്രിക്കാൻ പോകുന്നത് നമ്മുടെ അറിവില്ലായ്മ എന്നാണ് അവരെ നിയന്ത്രിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് പലപ്പോഴും നമുക്കും ദോഷത്തിന് ഇടയായി തീരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഗാന്ധാരി തൻ്റെ പതിവ്രതാധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടി കണ്ണുകെട്ടി ജീവിച്ചു. അച്ഛനാണെങ്കിൽ അന്ധനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മക്കളെ നോക്കാനും കാണാനും അവരെ വേണ്ട നിയന്ത്രിക്കാനും ഒക്കെ രണ്ടുപേർക്കും സാധിച്ചില്ല. അപ്പോൾ അത് കാരണം മക്കൾ ശരിയായ മാർഗ്ഗത്തിൽ പോയില്ല. അപ്പോൾ ആരുടെ തെറ്റാണത്? അവർക്ക് മക്കളോട് സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷേ ആ സ്നേഹം കൊണ്ട് ഫലം ഉണ്ടായില്ല. ആ സ്നേഹം മക്കളുടെ നാശത്തിനാണ് കാരണമായത്. അപ്പോൾ നമ്മൾ നല്ലത് ചെയ്യുന്നു എന്ന് വിചാരിച്ച് ചെയ്യുന്നത് പലപ്പോഴും നല്ലതായിരിക്കണമെന്നില്ല. അപ്പോൾ അവിടെയൊക്കെയാണ് ഒരു ഗുരുവിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. അപ്പോൾ അവിടെ ഒരു ഗുരുവിനാകുമ്പം പ്രത്യേകിച്ച് മമതയൊന്നുമില്ല, അദ്ദേഹം ഭൂതവും ഭാവിയൊക്കെ കാണുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഡോക്ടർക്ക് എങ്ങനെയാണ് ആ രോഗിയുടെ രോഗം എന്താണെന്ന് നിർണ്ണയിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ വയറുവേദന നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു. ഡോക്ടർക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ കഴിച്ച ആഹാരത്തിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വയറ്റിൽ ക്യാൻസർ ഉണ്ടായെന്ന് വരാം, അല്ലെങ്കിൽ അൾസർ ഉണ്ടായെന്ന് വരാം. ഏതാണ് കാരണം അതിനനുസരിച്ച് ചികിത്സയൊക്കെ മാറും. അത് ഡോക്ടർക്ക് അറിയാൻ പറ്റുള്ളൂ. വേദന അനുഭവിക്കുന്ന രോഗിക്ക് വേദന മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ നമുക്കെന്താണ് പ്രശ്നം, നമ്മളെന്താണ് യഥാർത്ഥത്തിൽ നല്ലത്, ഏതാണ് തിന്മയെന്ന് നമുക്ക് വാസ്തവത്തെ അറിയാൻ പറ്റില്ല. വളരെ വീരനായ അർജുനന് സാമാന്യം നല്ല ലോക അനുഭവവും തപസ് ഇതൊക്കെ പരിചയമുള്ള അർജുനന് പോലും മഹാഭാരത യുദ്ധ സമയത്ത് താൻ യുദ്ധം ചെയ്യണോ വേണ്ടേ ഒരു സംശയം ഉണ്ടായി. കാരണം തന്നെ ബന്ധുജനങ്ങളെ കൊന്നിട്ട് കിട്ടുന്ന രാജ്യം എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ അവിടെ കൃഷ്ണൻ പറയുന്നത് നീ രാജ്യത്തിന് വേണ്ടിയിട്ടല്ല യുദ്ധം ചെയ്യുന്നു, യുദ്ധം ചെയ്യുന്ന ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. യുദ്ധം ചെയ്തില്ലെങ്കിൽ അധർമ്മത്തെ ചെറുക്കാൻ ശക്തിയുള്ളവർ അത് ചെയ്തില്ലെങ്കിൽ അധർമ്മമായിരിക്കും ലോകത്തിൽ വാഴ. അധർമ്മം കൊണ്ട് മറ്റനേകം പേർക്ക് വരുന്ന തലമുറകളോളം നമുക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരും, വിഷമം അനുഭവിക്കേണ്ടി വരും. നീ ഒരാളുടെ ജീവിതത്തിലുള്ള ഒരാളുടെ ദുഃഖം, ബന്ധുക്കളെ കൊല്ലേണ്ടി വരുന്നതിനുള്ള ദുഃഖം നീ അനുഭവിച്ച് തീർക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് അനുഭവിക്കേണ്ടി വരില്ല. അപ്പോൾ നീ ചെയ്യുന്നു എന്നുള്ള ഭാവന മാറ്റി വെച്ചിട്ട് പ്രപഞ്ച ശക്തിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നീ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഇല്ലെങ്കിൽ ആ ധർമ്മം നശിക്കുക തന്നെ ചെയ്യും. നീ അത് നിമിത്തമായി തീരുന്നതുകൊണ്ട് നിനക്കാണ് കീർത്തിയും പ്രശസ്തിയും കിട്ടാൻ പോകുന്നത്. ആ ശക്തി എന്തായാലും പ്രവർത്തിക്കും. അപ്പോൾ ആ ശക്തിയുടെ ഭാഗമായി ചേർന്നുകൊണ്ട് നീ അല്ല ചെയ്യുന്നത്, ഈശ്വരൻ തന്നിൽ കൂടെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നിന്നെ ദുഃഖം നിന്നെ ബാധിക്കില്ല, കർമ്മഫലം നിന്നെ ബാധിക്കില്ല, ഈശ്വരൻ്റെ കയ്യിൽ ഉപകരണമായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ ഉപകരണമായിട്ട് മാറി പ്രവർത്തിക്കാനാണ് ഗീതയിൽ ഭഗവാൻ ഉപദേശിക്കുന്നത്. അപ്പോൾ അവിടെ ധർമാധർമ്മ വിചാരങ്ങളൊക്കെ മാറ്റി വെച്ച് ഗുരുവിൻ്റെ ഉപദേശമനുസരിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് അർജുനൻ ആ യുദ്ധം വിജയിക്കാനും ആ ധർമ്മത്തെ നിലനിർത്താനൊക്കെ സാധിച്ചത്. പിന്നീട് അതിനെക്കുറിച്ച് ഒരിക്കലും അർജുനന് പശ്ചാത്താപം തോന്നിയിട്ടില്ല. ഗുരുക്കന്മാരെ വധിക്കേണ്ടി വന്നല്ലോ എന്നുള്ള പശ്ചാത്താപമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ അതേപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ നല്ല ഫലം കിട്ടും. പക്ഷേ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം മറ്റുള്ളവർക്ക് നല്ലതായിക്കൊള്ളണം എന്നില്ല. വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കണം. രണ്ടാമത് ഈ മന്ത്രം ജപിക്കുക എന്നുള്ളതൊക്കെ വാസ്തവത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു മന്ത്രം ജപിക്കുക. പണ്ട് കാലത്ത് ഗുരുകുലങ്ങളിൽ കുട്ടികളെ ചേർക്കാൻ ചെല്ലുമ്പോൾ ആദ്യം ഉപദേശിക്കുന്ന ഗായത്രി മന്ത്രമാണ്. അപ്പോൾ ഗായത്രി മന്ത്രം ഉപദേശിച്ച കുട്ടി എല്ലാ ജീവിതകാലം മുഴുവൻ 3 നേരം 100 പ്രാവശ്യമെങ്കിലും മന്ത്രം ജപിച്ചിരിക്കണം. ഒരു മാലയെങ്കിലും മന്ത്രം ജപിച്ചിരിക്കണം. അത് കൂടുതൽ സാറിന് ജപിക്കാറുണ്ട് ആൾക്കാർ, 1000 മന്ത്രമൊക്കെ ജപിക്കാറുണ്ട് ഒരു നേരം. അപ്പം അങ്ങനെ ജീവിതകാലം മുഴുവൻ മന്ത്രം ജപിക്കുന്നുണ്ട്. ഒരു മന്ത്രത്തിൽ തന്നെ മനസ്സ് നിർത്താൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഏത് വിഷയത്തിൽ വേണമെങ്കിൽ മനസ്സ് നിർത്താൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൽ ഇത്രയധികം വളരെ വലിയൊരു സാഹിത്യശാഖകളൊക്കെ വളർന്നു വരാൻ കാരണം, ശാസ്ത്രവിജ്ഞാനങ്ങൾ വളർന്നു വരാൻ കാരണം ഈ ഗായത്രി മന്ത്രത്തിൻ്റെ ജപമായിരുന്നു. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള മനസ്സിനെ കടിഞ്ഞാണ്ടിടാനുള്ള മാർഗ്ഗമാണ് മന്ത്രം എന്നുള്ളത്. ആ മനസ്സിനെ നമ്മൾ ഈശ്വരനിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്നൊരു അതും കൂടെയാണ്. കടിഞ്ഞാണിട്ട് കുതിരയ്ക്ക് മാത്രമേ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മനസ്സിനെ കടിഞ്ഞാൻ ഇട്ട് ആ മന്ത്രമെന്ന കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ പരമപുരുഷാർത്ഥം നേടാൻ സാധിക്കുള്ളൂ. അപ്പോൾ മന്ത്രത്തിൻ്റെ ഉദ്ദേശം വേറെയാണ്, ഫലം വേറെയാണ്. നല്ല കർമ്മത്തിൻ്റെ ഫലവും
ഉദ്ദേശവും വേറെയാണ്. പക്ഷെ നല്ല കർമ്മങ്ങളെന്ന് പറയുമ്പോൾ നല്ലതേത് ചീത്തയേത് നിർണ്ണയിക്കാൻ പലപ്പോഴും നമ്മുടെ അല്പബുദ്ധികൾക്ക് സാധിക്കാറില്ല. അതും കൂടെ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ശിവ. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.